ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ മലയാളം റിവിഷനാണ്. കേരള പാഠാവലിയുടെ റിവിഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. പിക്ലുവിന് കിളികളോട് വളരെ വാത്സല്യമുണ്ട്. പിക്ലുവിന് എന്തിനോടാണ് വാത്സല്യം? കിളികളോട് വളരെ വാത്സല്യമുണ്ട്. അവൻ്റെ ചേട്ടനായ ടോട്ടൻ മൈനയെ കൂട്ടിലടച്ചപ്പോൾ ആ പാവം കിളിയുടെ സങ്കടം അവനെ ദുഃഖിതനാക്കി. അപ്പോൾ ചേട്ടൻ എന്താ ചെയ്തത്? മൈനയെ കൂട്ടിലടച്ചു. അപ്പോൾ പിക്ലുവിന് സങ്കടം വന്നോ? പിക്ലുവിന് തീർച്ചയായും സങ്കടം വന്നു. അപ്പോൾ ആ കിളിയുടെ സങ്കടം എന്താണ്? അവനെ ദുഃഖിതനാക്കി. മൈന കരഞ്ഞപ്പോൾ മറ്റു പക്ഷികൾ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത് അവനെ വിഷമിപ്പിച്ചു. പിക്ലുവിൻ്റെ ഈ മൃദുല മനസ്സാണ് മൈനയെ കൂട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. ഈ പ്രവൃത്തിയിലൂടെ പിക്ലുവിൻ്റെ ദയ, സഹാനുഭൂതി, ധൈര്യം എന്നീ ഗുണങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ സഹജീവികളോടുള്ള ആ സ്നേഹം, അതേപോലെ ദയ, പിന്നെ പിക്ലുവിനെ സ്വതന്ത്രമാക്കാനുള്ള ആ ഒരു ധൈര്യം അല്ലേ. ചേട്ടനാണ് കൂട്ടിലഴിച്ചത്, എന്നാലും അത് തുറന്നു വിടാനുള്ള ധൈര്യം എന്നീ ഗുണങ്ങൾ വ്യക്തമാക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയോടുള്ള അവൻ്റെ പെരുമാറ്റം വളരെ ഹൃദയസ്പർശിയായിരുന്നു. മൈനയുടെ കാലിലെ കെട്ടയച്ച ശേഷം അവൻ അതിന് സ്നേഹത്തോടെ തലോടുകയും പരിപാലിക്കുകയും ചെയ്തു. മുറിവേറ്റ കാലിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ അവൻ അമ്മയോട് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്നും പക്ഷികളോടുള്ള അവൻ്റെ സ്നേഹവും കരുതലും എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. പിക്ലുവിന് പ്രകൃതിയെ നിരീക്ഷിക്കാൻ വളരെ താല്പര്യമുണ്ട്. പക്ഷികളുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികൾ പൂന്തോട്ടത്തിൽ വരാത്തത് അവൻ ശ്രദ്ധിച്ചു. മൈനയെ തുറന്നു വിട്ട ശേഷം അത് വഴിയറിയാതെ അമ്മയെ കണ്ടെത്തുമോ എന്ന് ആശങ്കപ്പെട്ടത് പ്രകൃതിയെയും അതിലെ ജീവികളെയും അവൻ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവൻ്റെ പ്രകൃതി സ്നേഹമാണ് ഈ കഥയിലെ ഏറ്റവും വലിയ സവിശേഷത. ചുരുക്കത്തിൽ പിക്ലു സാധാരണ കുട്ടിയായിരുന്നില്ല. അവൻ്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ജീവികളോടുള്ള ദയയും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു നല്ല മനുഷ്യനാണ് പിക്ലു. അപ്പോൾ നമുക്ക് പിക്ലുവിനെ പറ്റിയിട്ട് എന്തെല്ലാം എഴുതാം? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു നല്ല മനുഷ്യനാണ് പിക്ലു. പിന്നെ അവൻക്ക് പ്രകൃതിയോടുള്ള സ്നേഹവും ജീവികളോടുള്ള സ്നേഹവും ഉണ്ടായിരുന്നു. പിന്നെ പ്രകൃതി നിരീക്ഷിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ പ്രകൃതിയെയും അതിലെ ജീവികളെയും അവൻ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷികളോടുള്ള അവൻ്റെ സ്നേഹവും കരുതലും വലുതാണ്. പിന്നെന്താണ്? മൈനയോടുള്ള പെരുമാറ്റം ഹൃദയസ്പർശിയായിരുന്നു. അങ്ങനെ എല്ലാം നമുക്ക് മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ പിക്ലുവിനെ കുറിച്ച് എഴുതാം. ഇനി അടുത്തത് ഒരു ജീവിയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിലെ പൂമ്പാറ്റകളുടെ കാഴ്ചയെയാണ് അവിടെ അവതരിപ്പിക്കുന്നത് അല്ലേ. അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ജീവികളെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ നമുക്ക് ഉറുമ്പിനെ തിരഞ്ഞെടുക്കാം. ഉറുമ്പുകളുടെ ലോകം എന്ന് നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. വീടിൻ്റെ ഭിത്തിയിലും തറയിലുമായി അനേകം ഉറുമ്പുകൾ നിരനിരയായി പോകുന്നത് കണ്ടിട്ടുണ്ട്. വീടിൻ്റെ ഭിത്തിയിലും തറയിലും അനേകം ഉറുമ്പുകൾ നിരനിരയായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവയൊരു നിസ്സാര കാഴ്ചയായി തോന്നാം. എന്നാൽ അവയുടെ ലോകം ഒരു അത്ഭുതമാണ്. ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ആ സൈനിക വ്യൂഹം എത്ര മനോഹരമാണ്. ഒന്നിന് പിന്നാലെ ഒന്നായി അവ അരിമണികളും പഞ്ചസാര തരികളും ഒക്കെ ചുമന്ന് നീങ്ങുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. അവയുടെ കൊച്ചു കാലുകൾ വെച്ചുള്ള ഓട്ടത്തിന് ഒരു താളമുണ്ട്. ഒരു ചെറുതരി മണ്ണ് പോലും അവയുടെ വഴിയെ തടസ്സപ്പെടുത്തുന്നില്ല. അഥവാ തടസ്സം വന്നാൽ പോലും അവ പരസ്പരം സഹായിച്ച് അതിനെ മറികടക്കും. ആ കാഴ്ച പ്രകൃതിയുടെ ഒരു കൊച്ചു ഉത്സവം പോലെയാണ്. ഇനി നമ്മളിപ്പം പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതി, പിന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചു ജീവിയെക്കുറിച്ചിട്ടുള്ള വർണ്ണനയും നമ്മൾ എഴുതി. ഉറുമ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കൊരു യാത്രാ വിവരണം എഴുതാം. കാടിനെ ചെന്ന് തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് വായിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ യാത്രകൾ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത ഏതെങ്കിലും യാത്രയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ദുബായിയെക്കുറിച്ചാണ് പറയുന്നത്. മരുഭൂമിയിലെ അത്ഭുത നഗരം ദുബായ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മൂന്നാറിനെ കുറിച്ചാണെങ്കിൽ മൂന്നാർ മഞ്ഞിൻ്റെ പുതപ്പ്
മൂടി നിൽക്കുന്ന കൊച്ചു ഗ്രാമം എന്നൊക്കെ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദുബായിയെ കുറിച്ച് പറയുന്നത് മരുഭൂമിയിലെ അത്ഭുത നഗരം ദുബായ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയെ ഉയരമുള്ള കെട്ടിടങ്ങളും ആഡംബര കാഴ്ചകളുമാണ്. ഒരു കാലത്ത് മരുഭൂമിയായിരുന്ന ഈ പ്രദേശം എങ്ങനെ ലോകത്തിലെ അത്ഭുത നഗരമായി മാറിയെന്ന് നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയാണ് ഞാൻ ദുബായിലേക്ക് യാത്ര തിരിച്ചത്. ദുബായിലെത്തിയാൽ ആദ്യം നമ്മെ ആകർഷിക്കുക അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയാണ് ഇതിൽ പ്രധാനി. 124 നിലയിലെ നിരീക്ഷണ തട്ടിൽ നിന്നുള്ള നഗര കാഴ്ച ശരിക്കും അവിസ്മരണീയമാണ്. താഴെ ദുബായ് ഫൗണ്ടനിലെ ജലധാരകൾ താളത്തിനനുസരിച്ച് നൃത്തം വെക്കുന്നതും രാത്രിയിൽ ബുർജ് ഖലീഫ നിറങ്ങൾ മാറി മാറി മിന്നുന്നതും ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കും. ബുർജ് ഖലീഫയുടെ അടുത്തുള്ള ദുബായ് മാൾ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഒരു ദിവസത്തെ കറങ്ങലിന് പോലും മതിയാവില്ല. ഷോപ്പിങ്ങിനു പുറമെ മാളിനുള്ളിലെ ഭീമാകാരമായ അക്വേറിയവും വിവിധ തരം വിനോദങ്ങളും നമ്മെ ആകർഷിക്കും. ദുബായ് നൽകുന്ന മറ്റൊരു അനുഭവം മരുഭൂമിയിലെ സഫാരിയാണ്. ഓഫ് റോഡ് വാഹനങ്ങളിൽ മണൽ കുന്നുകളിലേക്കുള്ള യാത്ര, ഒട്ടകപ്പുറത്തുള്ള സവാരി, മനോഹരമായ സൂര്യാസ്തമയം, മരുഭൂമിയിലെ ക്യാമ്പ് ഫയർ എന്നിവയൊക്കെ വേറിട്ട ഒരു അനുഭവമാണ്. കൂടുതൽ ആകർഷകമായി ഞാൻ ദുബായ് മിറാക്കിൾ ഗാർഡൻ സന്ദർശിച്ചു. ലക്ഷക്കണക്കിന് പൂക്കൾ കൊണ്ട് തീർത്ത കൊട്ടാരങ്ങളും വിമാനങ്ങളും പൂക്കളുടെ പ്രതിമകളെല്ലാം ഒരു സ്വപ്നലോകത്തിലെത്തിയ അനുഭവം നൽകി. ദുബായ് ഫ്രെയിം, അറ്റ്ലാന്റിസ്, ദുബായ് മ്യൂസിയം തുടങ്ങിയവയും ഈ യാത്രയിലെ പ്രധാന കാഴ്ചകളായിരുന്നു. പുതിയ ലോകവും പഴയ ലോകവും ഒരേപോലെ കാണാൻ കഴിയുന്ന ഇടമാണ് ദുബായ്. ഒരു വശത്തെ ആധുനികതയുടെ പ്രതീകങ്ങളെങ്കിൽ മറുവശത്ത് പരമ്പരാഗതമായ അബ്രകളിലെയും സൂക്കുകളിലെയും പഴയകാല ദുബായിയെ അറിയാൻ കഴിഞ്ഞു. ആഡംബരത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായ ദുബായ് യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. അപ്പം നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം, ചിലപ്പോൾ വരാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഔചിത്യം കണ്ടെത്താം. ഇളം കാറ്റ് തൊട്ടെന്ന് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു? ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. പ്രകൃതി എന്നും ഹൃദ്യമായ അനുഭവം തരുന്ന മനോഹരമായ ദൃശ്യങ്ങളാൽ സുന്ദരമാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നതല്ലേ. നമുക്ക് ഒരുപാട് ഹൃദയത്തിൽ എന്നും ചാലിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തരുന്ന മനോഹരമായ വിസ്മയങ്ങളാണല്ലേ നമ്മുടെ പ്രകൃതിയിലുള്ളത്. ഓക്കെ. ഇളം കാറ്റ് പ്രകൃതിയുടെ വരദാനമാണ്. ഇളം കാറ്റ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആ കുളിർക്കാറ്റ് തന്നെ നമ്മെ തൊട്ട് തലോടുമ്പോൾ നാം പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്നു. മൂന്നാർ മലനിരകളിൽ പൂവിട്ട് നിൽക്കുന്ന നീലക്കുറിഞ്ഞി പ്രകൃതി എന്നും ഹൃദ്യമായ അനുഭവം തരുന്ന മനോഹര ദൃശ്യങ്ങളാൽ സുന്ദരമാണ്. ഇളം കാറ്റ് പ്രകൃതിയുടെ വരദാനമാണ്. ആ കുളിർക്കാറ്റ് തന്നെ നമ്മെ തൊട്ട് തലോടുമ്പോൾ നാം പ്രകൃതിയുടെ അടുത്തു നിൽക്കുന്നു. മൂന്നാർ മലനിരകളിൽ പൂവിട്ടു നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ചാഞ്ചാട്ടം കാണുമ്പോൾ, വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ മേലെ ചുവപ്പണിഞ്ഞു നിൽക്കുന്ന പർവ്വതത്തെ കാണുമ്പോൾ, പർവ്വതത്തെ തൊട്ടുരുമ്മി നിൽക്കുന്ന സന്ധ്യാംബരം ദർശിക്കുമ്പോൾ, സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ പൂക്കളോടും പക്ഷികളോടുമൊത്ത് ആടിപ്പാടി നടക്കുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷമാണ് ഉണ്ടാകുന്നത്. പ്രകൃതിയാണല്ലോ ഈ സന്ദേശം തന്നതോർത്ത് വളരെയധികം സന്തോഷിക്കുന്നു. സുഗതകുമാരിയുടെ കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന പാഠം വായിക്കുമ്പോഴും മഹാകവി വള്ളത്തോളിൻ്റെ ഒരു ദിനാന്ത സഞ്ചാരം വായിക്കുമ്പോഴും പ്രകൃതിയോടുള്ള ആദരവ് കൂടുന്നു. കുട്ടികളെ പ്രകൃതിയിലേക്ക് നയിക്കാൻ ഈ യൂണിറ്റ് സഹായിക്കും. ആ യൂണിറ്റിൻ്റെ ശീർഷകം അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇനി അടുത്തത് നക്ഷത്രം എന്ന പാഠഭാഗമാണ്. നക്ഷത്രം എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് നോക്കാം. നക്ഷത്രം എന്ന പാഠഭാഗം ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാവനാലോകത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നു. മഴ പെയ്തു തീർന്ന രാത്രിയിൽ മിന്നാമിനുങ്ങിനെ നക്ഷത്രമായി കാണുന്ന കുട്ടിയുടെ കാഴ്ചപ്പാടാണ് കഥയുടെ കാതൽ. അപ്പോൾ മഴ പെയ്ത് തീർന്ന രാത്രിയിൽ മിന്നാമിനുങ്ങിനെ എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത്? നക്ഷത്രമായിട്ടാണ് കുട്ടി സങ്കല്പിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ മിന്നാമിനുങ്ങ്, അമ്മയുടെ കമ്മൽ, നക്ഷത്രം എന്നിവയെല്ലാം ഒരുപോലെ തിളങ്ങുന്ന വിസ്മയങ്ങളാണ്. അവന് യാഥാർത്ഥ്യത്തെക്കാൾ പ്രിയം ഭാവന സത്യങ്ങളോടാണ്. അച്ഛൻ ഒരു പുഴുവാണ് അതെന്ന് പറഞ്ഞിട്ടും കുട്ടി ബോധ്യപ്പെടുന്നില്ല. കാരണം അവൻ്റെ മനസ്സിൽ നക്ഷത്രത്തിന് മാത്രമേ അത്രയും സൗന്ദര്യവും തിളക്കവും ഉള്ളൂ.
കഥയിലെ ഏറ്റവും മനോഹരമായ ഭാഗം കുട്ടിയുടെ സ്വപ്നയാത്രയാണ്. ആ യാത്രയിൽ മിന്നാമിനുങ്ങിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കും അമ്പിളി അമ്മാവനിലേക്കും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും അവൻ്റെ ഭാവന വളരുന്നു. എന്നാൽ ഭയമുണ്ടാക്കുന്ന ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ അവൻ അറിയാതെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു. നക്ഷത്രങ്ങളെക്കാളും കമ്മലിനേക്കാളും തിളക്കമുള്ള അമ്മയുടെ കണ്ണുകളെക്കുറിച്ചും ഉമ്മയുടെ മധുരത്തെക്കുറിച്ചുമുള്ള അവൻ്റെ ചിന്തകൾ മാതൃസ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്നു. ഈ കഥ നിഷ്കളങ്കമായ ഭാവനയുടെയും മാതൃസ്നേഹത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഈ വാക്യം കുട്ടി സ്വപ്നം കണ്ട് പറന്നുയരുകയും അവൻ്റെ ഭാവനാലോകത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭാവനയുടെ ലോകത്തേക്ക് അവൻ കടന്നു പോകുന്നു. ഇനി അടുത്ത ചോദ്യം, കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? മിന്നാമിനുങ്ങളുടെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് നക്ഷത്രങ്ങളുടെയും മഴവില്ലിൻ്റെയും ലോകത്തിലേക്കാണ് കുട്ടി എത്തിച്ചേർന്നത്. അവിടെ ആകാശം അമ്മയുടെ നീല പട്ടു സാരി പോലെയും അമ്പിളി അമ്മാവൻ അരിമണികൾ പെറുക്കുന്നതായും കാണപ്പെട്ടു. 7 കുതിരകളെ പൂട്ടിയ തേരിലുള്ള രാജാവും ആ ലോകത്ത് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, സ്വപ്നലോകത്തെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രത്തെ തേടി താൻ അമ്മയുടെ കണ്ണുകളുടെ അരികിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്നോർത്തപ്പോൾ അവന് ചിരി വന്നു. കാരണം അമ്മയുടെ കണ്ണുകൾ നക്ഷത്രത്തേക്കാൾ തിളക്കമുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, കുട്ടിയുടെ ചിന്തയിൽ അമ്മ എവിടെ, തൻ്റെ അമ്മ എന്ന് പ്രകടമാകുന്നത് എന്ത്? കുട്ടിയുടെ എല്ലാ ഭാവനാ ലോകങ്ങളിലും നക്ഷത്രങ്ങളിലും രാജാക്കന്മാരിലും ഒക്കെ അവൻ താൽക്കാലികമായി ആനന്ദം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഭയം വന്നപ്പോൾ അവൻ സുരക്ഷിതത്വത്തിനായി അമ്മയെ ഓർക്കുന്നു. ഈ ചിന്ത ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മ നൽകുന്ന സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും പ്രാധാന്യമാണ് കാണിക്കുന്നത്. ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളെക്കാളും വലുത് അമ്മയുടെ സ്നേഹമാണ് എന്ന ചിന്ത ഇതിൽ പ്രകടമാണ്. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താണ്? പുഴുവാണ്, പറന്നു നടക്കുന്ന നക്ഷത്രമാണ്, അമ്മയുടെ കാതിലെ കമ്മലാണ്, ഒരു പ്രാണിയാണ്. ശരിയായ ഉത്തരം എന്താണ്? പറന്നു നടക്കുന്ന നക്ഷത്രമാണ് എന്നാണ് തോന്നിയത്. അച്ഛൻ മിന്നാമിനുങ്ങിനെ പിടിച്ച് കുട്ടിയുടെ കൈവെള്ളയിൽ വെച്ചപ്പോൾ അവനുണ്ടായ അനുഭവം എന്തായിരുന്നു? അത്ഭുതം തോന്നി, പേടിയായി, അത്ഭുതവും അറപ്പും കലർന്നു, അറപ്പും സംഭ്രമവും കലർന്നു. ഉത്തരം അറപ്പും സംഭ്രമവും കലർന്നു. അപ്പം മിന്നാമിനുങ്ങിനെ പിടിച്ച് കുട്ടിയുടെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അവനുണ്ടായ അനുഭവം എന്തായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. കുട്ടിക്ക് ഉറങ്ങാൻ നേരമായപ്പോൾ അച്ഛൻ മിന്നാമിനുങ്ങിനെ എവിടെയാണ് വെച്ച് കൊടുക്കുന്നത്? കുപ്പിയുടെ അടുപ്പിനുള്ളിൽ, റോസാ ചെടിയുടെ തലപ്പിൽ, കിടപ്പറയുടെ ജനാലയിൽ, കുട്ടിയുടെ കയ്യിൽ. ഇപ്പോൾ എവിടെയാണ് വെച്ച് കൊടുക്കുന്നത്? കിടപ്പറയുടെ ജനാലയിൽ. കുട്ടിയുടെ സ്വപ്നത്തിൽ അമ്പിളി അമ്മാവൻ എന്താണ് ചെയ്തത്? ചിരിച്ച മുഖത്തോടെ കഥകൾ പറഞ്ഞു, നക്ഷത്രങ്ങൾ പെറുക്കി, അരിമണികൾ എണ്ണിപ്പെറുക്കി, പാട്ടുപാടി. ഉത്തരം സി ആണ്, അരിമണികൾ എണ്ണിപ്പെറുക്കി. എല്ലാറ്റിനേക്കാളും തിളക്കമുള്ളതായി കുട്ടി സ്വപ്നം കണ്ടത് എന്തിനെയാണ്? നക്ഷത്രങ്ങളെ, അമ്പിളി അമ്മാവനെ, അമ്മയുടെ കണ്ണുകളെ, അമ്മയുടെ കമ്മലിനെ. ശരിയായ ഉത്തരം എന്താണ്? അമ്മയുടെ കണ്ണുകളെ. ഇനി നമുക്ക് ആസ്വാദനക്കുറിപ്പ് നോക്കാം. ONV കുറിപ്പിൻ്റെ എന്നും ഈ യാത്ര എന്ന പാഠഭാഗത്തിന് ആസ്വാദനക്കുറിപ്പ് നോക്കാം. ONV കുറിപ്പിൻ്റെ എന്നും ഈ യാത്ര എന്ന കവിതയിലെ വരികൾ ഓർമ്മകളെയും ഭൂതകാലത്തെയും കവി ഹൃദയത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ മനോഹരമായ ചിത്രീകരണം നൽകുന്നു. ഇന്നലെ പോയി മറഞ്ഞവയെല്ലാം ഇന്ന് കവിക്കുള്ളിൽ ഉയിർത്തെഴുന്നേൽക്കുന്നു. അതായത് നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അവർ പാടിയ മനോഹരമായ ഗാനങ്ങൾ കവിയുടെ ഹൃദയമാകുന്ന വിഭജിതൻ തന്ത്രികൾ തോറും അദൃശ്യ പുഷ്പമായി വിരിയുന്നു. ഈ ഉപമ കവിതയ്ക്ക് അഗാധമായ സൗന്ദര്യം നൽകുന്നു. ഓർമ്മകളെ പൂക്കളോടും സംഗീതത്തോടും ബന്ധിപ്പിച്ച് നഷ്ടപ്പെട്ടതൊന്നും പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ലെന്നും അവ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ രൂപത്തിൽ ജീവിക്കുന്നുണ്ടെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. വരികളിലെ ഈണം, താളം, മനോഹരമായ ബിംബകൽപ്പനകൾ എന്നിവ ഈ ആസ്വാദനക്കുറിപ്പിന് കൂടുതൽ ശക്തി നൽകുന്നു. ഇനി അടുത്തതൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്.
അപ്പോൾ എന്നും ഈ യാത്രയും എൻ്റെ മലയാളം എന്ന 2 കവിതാഭാഗങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വിശകലനം ചെയ്യാനാണ്. ഇങ്ങനെ ഒരു താരതമ്യക്കുറിപ്പ് നമുക്ക് എന്തായാലും വരും. അപ്പോൾ എന്നും ഈ യാത്ര എന്ന കവിതയിലെയും എൻ്റെ മലയാളം എന്ന കവിതയിലെയും ഭാഗങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അവ പങ്കുവയ്ക്കുന്ന പ്രധാന ആശയം ഭൂതകാലത്തെയും സംസ്കാരത്തെയും ഓർമ്മകളിലൂടെയും ഭാഷകളിലൂടെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. എന്നും ഈ യാത്രയിൽ കവി മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളെയും നഷ്ടപ്പെട്ടവരുടെ ഗാനങ്ങളെയും ഒരു പുതിയ ആവിഷ്കാരമായി കാണുന്നു. അവരുടെ പാട്ടുകൾ കവിയുടെ വിഭജിയിൽ പുഷ്പങ്ങളായി വിരിയുന്നു. ഇത് ഓർമ്മയുടെയും കലാപാരമ്പര്യത്തിൻ്റെയും തുടർച്ചയെ സൂചിപ്പിക്കുന്നു. എൻ്റെ മലയാളം എന്ന ഭാഗത്തിൽ മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെ പാരമ്പര്യം പാട്ടുകളിലൂടെയും കഥകളിലൂടെയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഗുരു വളർത്തിയ കിളിമകൾ പാടുന്നത് മലയാളത്തിൻ്റെ പാരമ്പര്യത്തെയാണ്. ഈ 2 കാവ്യഭാഗങ്ങളിലും പാട്ടുകൾ, ഗാനങ്ങൾ, കഥകൾ എന്നിവയെ ഓർമ്മകളെയും സംസ്കാരത്തെയും ഭാഷയെയും ഭാവി തലമുറകൾക്ക് കൈമാറാനുള്ള ഉപാധികളായി മാറുന്നു. ഇത് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു.